പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. ദേവദാസി സിസ്റ്റർ മേരി സലിൽ. കഥയുടെ പേര് വിശ്വാസത്തിൽ തണലിൽ ഒരു കുഞ്ഞു നക്ഷത്രം. വർഷം 1906. എറണാകുളം ജില്ലയിലെ പച്ചപ്പും കുളിരുമുള്ള നെടുമ്പാശ്ശേരി പഞ്ചായത്ത് മുൾക്കുളത്തിനടുത്തുള്ള കൊച്ചു ഗ്രാമത്തിൽ നമ്മുടെ കഥാനായിക ഡിസംബർ 10 ഔസേപ്പിന്റെയും കൊച്ചു മറയത്തിന്റെയും 6ാമത്തെ കൺമണിയായി ജനിച്ചു. മുൾക്കുളം സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് അന്ന എന്ന പേരിൽ മാമോദീസ സ്വീകരിച്ചു. കുഞ്ഞുനാൾ തൊട്ട് അന്നയുടെ ചുറ്റും പ്രാർത്ഥനയുടെ ഒരു വലിയ കോട്ടയുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ മുങ്ങുന്ന കൊന്ത നമസ്കാരങ്ങളും പള്ളിയിലേക്കും പള്ളിക്കൂടത്തിലേക്കും പോകുന്ന തിരക്കുകളും ആ പെൺകുട്ടിയുടെ മനസ്സിൽ അടിയുറച്ച ഒരു വിശ്വാസ ജീവിതത്തിന് അടിത്തറയിട്ടു. ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ആ വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് പള്ളിശ്ശേരിയിലെ മണ്ണിൽ അന്ന എന്ന ആ പെൺകുട്ടി ഒരു പുണ്യമായി വളർന്നു തുടങ്ങുകയായിരുന്നു. 1911 വട്ടപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിൽ ചേർന്നതോടെ അന്ന തന്റെ പഠനം ആരംഭിച്ചു. ശാന്തമായ സ്വഭാവവും പഠനത്തിലെ മികവും അവളെ എല്ലാവർക്കും പ്രിയങ്കരിയാക്കി. 1914 കറുകുച്ചി സെന്റ് ജോസഫ് സ്കൂളിൽ ചേർന്നതോടെ അന്നക്കുട്ടി സന്യാസിമാരുടെ ജീവിതം അടുത്തറിയുന്നത്. ചാപ്പലിൽ ഈശോയുടെ മുമ്പിൽ മണിക്കൂറോളം ചിലവഴിക്കുന്ന സിസ്റ്റർമാരെ അവൾ കൗതുകത്തോടെയും ഭക്തിയോടെയും നോക്കി നിന്നു. 1916 ഏപ്രിൽ തൈലാഭിഷേകം സ്വീകരിച്ചതോടെ ഈശോയോടുള്ള അവളുടെ സ്നേഹം ഇരട്ടിച്ചു. 7ാം ക്ലാസ്സിൽ പഠനം പൂർത്തിയായപ്പോൾ അവളുടെ വലിയ ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചു. എനിക്ക് ഈശോയുടെ മണവാട്ടിയാകണം, ഒരു സന്യാസിയാകണം. അവളുടെ മാതാപിതാക്കൾക്ക് സമ്മതമായിരുന്നില്ല. അങ്ങനെ അവൾ 7 വർഷത്തോളം വീട്ടിൽ തന്നെ കഴിഞ്ഞു. 1916 ഏപ്രിൽ അവൾ മഠത്തിൽ ചേർന്നു. 1925 അവൾ സന്യാസ വസ്ത്രം സ്വീകരിച്ചു. അങ്ങനെ 1928 മെയ് 28 സന്യാസ ജീവിതത്തിന്റെ വലിയ വാഗ്ദാനമായ നൃത്തവൃത്തം അവൾ പൂർത്തിയാക്കി. അങ്ങനെ അന്നക്കുട്ടി എന്ന കൊച്ചു പെൺകുട്ടിയിൽ നിന്ന് സെന്റ് മേരീസ് എന്ന സന്യാസിയിലേക്കുള്ള ആ യാത്ര വിശ്വാസത്തിന്റെയും ക്ഷമയുടെയും വലിയ പാഠമായിരുന്നു. 1993 ഏപ്രിൽ തന്റെ 87ാം വയസ്സിൽ തന്റെ ആത്മാവിനെ ദൈവതൃക്കാരങ്ങളിൽ സമ്മതിച്ചു. കൂട്ടുകാരെ, നമുക്കും സിസ്റ്ററെ പോലെ പുണ്യപ്രവർത്തികൾ ചെയ്ത് വിശുദ്ധരായി മാറാം. നന്ദി, നമസ്കാരം. ജയ് സിസ്റ്റർ.